അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഒരുപാട് സന്തോഷം ഉള്ള ഒരു വിഷയവും ഒപ്പം തന്നെ അതിനെ തുടർന്ന് ഉണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത്. മിനിഞ്ഞാന്ന് വൈകുന്നേരത്ത് പട്ടാമ്പിയിലുള്ള മുഹമ്മദ് നച്ചീം എന്ന 12 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ലിവർ മാറ്റിവെക്കണം എന്നുള്ളതാണ്. അതുമല്ലാതെ 7 ദിവസം ആണ് ആ കുട്ടിക്ക് ആശുപത്രി കൊടുത്ത സമയം. 2 ആഴ്ചത്തിനുള്ളിൽ മാറ്റിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ മുന്നിലേക്ക് എത്തുന്നത് വെറും 7 ദിവസം മാത്രം ഗ്യാപ്പുള്ള സമയത്താണ്. അങ്ങനെ നമ്മൾ ആ വീഡിയോ എടുത്ത് ആ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം ഇന്ന് രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1.5 ദിവസം കൊണ്ട് അല്ലേ, ഒരു 10-40 മണിക്കൂർ കൊണ്ട് തന്നെ ഈ കൊറോണ എന്ന മഹാമാരിയിൽ എല്ലാവരും കയ്യിലൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് പോലും ആ കുഞ്ഞിൻ്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ആ കുട്ടിക്ക് 28 ലക്ഷം രൂപയാണ് ആ കുട്ടിയുടെ ലിവർ മാറ്റിവെക്കുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ നൽകിയത്. ഒരുപാട് സന്തോഷമുണ്ട്. നന്മ അത് മരിച്ചിട്ടില്ല, അതെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. കാരണം അത് മനുഷ്യൻ്റെ ജീവനോട് ചേർന്ന ഒന്നാണ്. വേദനിക്കുന്ന, വിഷമിക്കുന്ന, ബുദ്ധിമുട്ടുന്നവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു വിങ്ങൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിന് അത് കാണുമ്പോൾ ഒരു സങ്കടം വരുന്നുണ്ടെങ്കിൽ അത് നന്മയുള്ള ഒരു മനുഷ്യൻ്റെ ലക്ഷണങ്ങളാണ്. അത്തരം നന്മയുള്ളവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഈ ഒരു സമയത്ത് ഇത്രമാത്രം ക്രൈസിസ് ഉള്ള, ഇത്രമാത്രം ബുദ്ധിമുട്ട് സഹിക്കുന്ന ഈ ഒരു സമയത്ത് പോലും നിങ്ങളെല്ലാവരും സഹായിച്ചത്. പക്ഷേ ആ കുട്ടിക്ക് പണം കിട്ടാതിരിക്കാൻ, ആ കുട്ടിക്ക് ചികിത്സ കിട്ടാതിരിക്കാൻ, ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് പണം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ വഴികളൊക്കെ ചില ആളുകൾ ഈ ഒരു സമയം കൊണ്ട് ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത പല ആളുകളുടെ അടുത്തേക്കും പോയി ആ വീഡിയോയിൽ കുട്ടിയുടെ വയറ് കാണിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഫേസ്ബുക്ക് റിപ്പോർട്ട് അടിപ്പിച്ച് അത് റീച്ച് കിട്ടാത്ത രൂപത്തിലേക്കൊക്കെ ചെയ്തു. വേറൊരുത്തൻ ലൈവിൽ വന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് സൗജന്യമായ ചികിത്സ ഞാൻ ചെയ്തു കൊടുക്കാം, സൗജന്യ ചികിത്സ ഉണ്ട് എന്നൊക്കെ. അങ്ങനെ എങ്ങനെയൊക്കെ ആ അക്കൗണ്ടിലേക്ക് പണം വരാതിരിക്കാനുള്ള വഴികൾ ചെയ്യാൻ പറ്റുമോ ആ വഴികളൊക്കെ അവർ ചെയ്തു. ആ സൗജന്യ ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞ സഹോദരനെ നിങ്ങൾക്കൊക്കെ അറിയാം. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, പറഞ്ഞ ആളോട് ചോദിക്കാം. പണ്ട് പട്ടാമ്പിയിലുള്ള ഒരു കുട്ടിക്ക്, ആ കുട്ടിയുടെ പേരെനിക്ക് ഓർമ്മയില്ല, ഒരു 2 വയസ്സുള്ളൊരു കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഒരു ലൈവിൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഫിറോസ് കുന്നംപറമ്പിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ഇടണ്ട, സൗജന്യ ചികിത്സ ഉണ്ട്, ഇതാ ഞാൻ ഈ കുട്ടിക്ക് വേണ്ടി സൗജന്യമായിട്ട് ചികിത്സ വാങ്ങിച്ചു കൊടുക്കുകയാണ് എന്നും പറഞ്ഞ് നിങ്ങൾ ആ കുട്ടിയെയും കൊണ്ട് കൊച്ചിയിലെ ആസ്റ്റർ ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ അവിടെ നിന്ന് ലൈവ് ഇട്ടു. ഇതാ ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ ഇവിടെ സൗജന്യമായിട്ട് ചികിത്സ വാങ്ങിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതെല്ലാവരും കണ്ടതാ. പക്ഷേ ആ ചികിത്സ വാങ്ങിച്ചു കൊടുക്കുന്ന കുട്ടിക്ക് വേണ്ടി അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് അക്കൗണ്ടും ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടും വെച്ചിട്ട് ഇദ്ദേഹം പിരിവ് നടത്തി അല്ലേ. ഈ സൗജന്യ ചികിത്സ വാങ്ങിച്ചു കൊടുക്കാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത കുട്ടിക്ക് വേണ്ടി ഇദ്ദേഹം പിരിവ് നടത്തി. എന്നിട്ട് ആ പണം അവർക്ക് കൊടുത്തില്ല. പകരം വീണ്ടും നമ്മുടെ സുശാന്ത് നിലമ്പൂരിനെ കൊണ്ടുവന്ന് വീണ്ടും ഒരു വീഡിയോ ചെയ്യിപ്പിച്ച് 20 ലക്ഷം രൂപയോളം പിരിച്ചു. അതൊക്കെ നിങ്ങൾ കണ്ടതാ. അപ്പോൾ സൗജന്യ ചികിത്സ ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ വീഡിയോകൾ ഇട്ടതും ഇദ്ദേഹം ആ പണത്തിൻ്റെ പേരിൽ പ്രശ്നം നടന്നതൊക്കെ? അതൊരു ചോദ്യമാണ്. ഞാനീ പറഞ്ഞു വരുന്നത്, ഇദ്ദേഹം വന്ന് പറഞ്ഞത് കുട്ടിക്ക് സൗജന്യ ചികിത്സ ഉണ്ട് എന്നാ. അപ്പം ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഈ പട്ടാമ്പിയിലുള്ള ഈ കുട്ടിയുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ MLA മുഹ്സിൻ അടക്കമുള്ള കമ്മിറ്റി.
ആ കമ്മിറ്റിയുടെ ബന്ധപ്പെട്ടവർ എന്നെ സമീപിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഇടപെട്ടത്. നിങ്ങൾക്കറിയാലോ, MLAയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇടപെട്ട ഒരു കമ്മിറ്റിക്ക് അവർക്കറിയില്ലേ സൗജന്യമായിട്ട് ചികിത്സ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാനും ചെയ്യിക്കാനൊക്കെ. അപ്പം അതില്ലാത്തത് കൊണ്ടാണല്ലോ അവർ നമ്മളെ സമീപിച്ചതും നമ്മളിതൊക്കെ ചെയ്തതൊക്കെ. ഇദ്ദേഹം അന്ന് പറഞ്ഞത് എന്താ, ആസ്റ്ററിലാണ് സൗജന്യ ചികിത്സ. ഈ കുട്ടി കൊച്ചി ആസ്റ്ററിലുള്ളത്. ഈ കൊച്ചി ആസ്റ്ററിൽ ഈ കുട്ടി ഉള്ളുമ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, നമ്മൾ മറ്റൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞെന്താ, നിങ്ങൾ ഏത് കേസാണെങ്കിലും കൊച്ചി ആസ്റ്ററിലേക്ക് കൊണ്ടുവന്നു, ഞാൻ സൗജന്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് അന്ന് എൻ്റെ അടുത്ത് ഫോണിലൂടെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പൂക്കോട്ടൂർ പോകുമ്പോൾ എൻ്റെ അടുത്ത് ഫോണിലൂടെ സംസാരിച്ച ഒരു സംഭാഷണം, ഏത് കേസാണെങ്കിലും ആസ്റ്ററിലേക്ക് വിട്ടോ, ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഈ കുട്ടി ആസ്റ്ററിലായിരുന്നപ്പോൾ ഇദ്ദേഹം പറയാ സൗജന്യ ചികിത്സ ആസ്റ്ററിലല്ല ജിപ്മറിലാണ്, അങ്ങോട്ട് പോവാൻ. അപ്പോ ഇവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, നമ്മൾ ചാരിറ്റി പ്രവർത്തനം ചെയ്യരുത്, നമ്മളങ്ങനെ ജനങ്ങളുടെ മുന്നിൽ വലിയ ആളാവണ്ട എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഞാൻ ഇന്നും പറയാറുള്ളത്, ഇവിടെ ഞാൻ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ആര് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും പടച്ചോൻ്റെ ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം വളരെ കൃത്യമായിട്ട് നടപ്പാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ വിഷയത്തിൽ ഫണ്ട് വരാതിരിക്കാൻ, ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് ഫണ്ട് വരാതിരിക്കാൻ ഇത്രയും മോശമായ കളികളൊക്കെ നിങ്ങൾ കളിച്ചിട്ട് പോലും ആ അക്കൗണ്ടിലേക്ക് ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് 28 ലക്ഷം രൂപ വന്നത്. നാളെ തിങ്കളാഴ്ചയാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യും. അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ അതിൻ്റെ PDF അടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. എനിക്ക് എൻ്റെ ഫേസ്ബുക്കിനകത്തുള്ള പുതിയതായിട്ട് വന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളോടാണ് പറയാറുള്ളത്, നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളോടൊക്കെ ഇത്തരം ആളുകൾ നിരന്തരമായിട്ട് പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമുണ്ട്. ഫിറോസ് കുന്നംപറമ്പിൽ വീഡിയോ ചെയ്യുന്നു, കണക്ക് കാണിക്കുന്നില്ല, ബാലൻസ് വരുന്ന ഫണ്ടിലാണ് ഫിറോസ് കുന്നംപറമ്പിലെ കളി, അതാണ് അടിച്ചു മാറ്റുന്നത് എന്നൊക്കെ നിങ്ങളോട് പറയാറുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഞാൻ ഏത് വീഡിയോ ചെയ്താലും കൃത്യമായി അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അതിനുശേഷം ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം. ഞാൻ ആരുടെ വീഡിയോ ചെയ്താലും അതിലെത്ര വന്നു എന്നുള്ളത് കൃത്യമായി പോസ്റ്റർ അടിച്ച് അപ്പം തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട്. വീതിച്ചു കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഒരാൾക്ക് 25 ലക്ഷം രൂപയാണ് വേണ്ടി വരുന്നത്. 25 ലക്ഷം രൂപ വേണ്ടി വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ 24 മണിക്കൂർ കൊണ്ട്, ഇതിപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ വെള്ളിയാഴ്ചയാണ് ഈ കുട്ടിയുടെ പോസ്റ്റ് ചെയ്തത്, ശനിയാഴ്ച ഫണ്ട് ആവുന്നേ ഉള്ളൂ, ഞായറാഴ്ചയാണ് ഇന്ന്. ഒരു പക്ഷേ ഈ 2 ദിവസം കൊണ്ട് ബാങ്ക് ഇല്ലാത്ത ദിവസം കൂടുതൽ ഫണ്ട് വന്നാൽ ബാങ്ക് ഉള്ള ദിവസമേ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഘട്ടം വരുമ്പോഴാണ് എക്സസ് മണി, കൂടുതലായിട്ടുള്ള പൈസ ചില രോഗികൾക്ക് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് മറ്റുള്ള രോഗികൾക്ക് നമ്മളിത് കൊടുക്കാറുള്ളത്. അതായത് 25 ലക്ഷം വേണ്ട രോഗിക്ക് ഒരു പക്ഷേ 50 ലക്ഷം വന്നാൽ അവരോട് പറയും, ഒരു 30 ലക്ഷം കഴിച്ച് ബാക്കി 20 ലക്ഷം മറ്റു രോഗികൾക്ക് കൊടുത്തൂടെ, അല്ലേ? അങ്ങനെ ആ 20 ലക്ഷം അവരുടെ മുന്നിൽ വെച്ച്, അതല്ലെങ്കിൽ അവിടെ കമ്മിറ്റി ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് അവരോട് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന രോഗികളുടെ കൃത്യമായ അഡ്രസ്സും അക്കൗണ്ട് നമ്പറും ഇവരുടെ കയ്യിൽ കൊടുത്തിട്ടോ, അതല്ലെങ്കിൽ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടോ നമ്മൾ അക്കൗണ്ട് ബൈ അക്കൗണ്ട് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പണം വാങ്ങിയിട്ടല്ല. ഇവരുടെ അക്കൗണ്ടിൽ നിന്നാണ് രോഗിയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാറുള്ളത്. ഇത്രയും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ലൈവിൽ വന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. പുതുതായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലേക്ക് വന്ന ആളുകളോട് പറയാനുള്ളതാണ്, ഞാൻ തുടങ്ങിയ അന്ന് മുതൽ ആർക്കൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ എത്ര വന്നു, ആർക്ക് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നുള്ളതൊക്കെ അതിനകത്തുണ്ട്. 1-2 ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കയറി നോക്ക്. അപ്പം ഞാൻ എന്നിട്ട് പഴയതിൻ്റെയൊക്കെ ലിങ്കുകൾ ഇട്ട് കൊടുത്തു ഇതിൻ്റെയൊക്കെ. അപ്പോൾ അവർക്ക് മനസ്സിലായി, ആ ശരിയാണല്ലോ, ഓരോന്നിൻ്റെ കൃത്യമായിട്ട് വന്നതും പോയതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതെന്നും ചെയ്യാറുണ്ട്. പക്ഷേ നിരന്തരമായിട്ട് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിറോസ് കുന്നംപറമ്പിൽ കള്ളനാണ്, ഫിറോസ് കുന്നംപറമ്പിൽ ചാരിറ്റി തട്ടിപ്പുകാരനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ 4-5 വർഷമായിട്ട് ഞാൻ ചാരിറ്റി പ്രവർത്തനം ചെയ്തിട്ട് ഒരാൾ പോലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരു രോഗി പോലും ഫിറോസ് കുന്നംപറമ്പിൽ അവരുടെ കയ്യിൽ നിന്നും ഒരു ചായ വാങ്ങിച്ചു കുടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ വാഹനത്തിന് ഡീസൽ അടിക്കാൻ പോലും ഒരാളിൽ നിന്നും 1 രൂപ വാങ്ങിച്ചിട്ടില്ല. അവർക്ക് ബാലൻസ് വരുന്നതാണെങ്കിലും അതല്ലാത്തതാണെങ്കിലും അതൊക്കെ അവരുടെ കയ്യിൽ തന്നെയാണ്. അവർ മുഖാന്തരമാണ് മറ്റുള്ളവർക്ക് കൊടുക്കാറുള്ളത്. അല്ലാതെ എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. പിന്നെ ചോദിക്കുക, അപ്പൊ ഫിറോസ് കുന്നംപറമ്പിൽ എങ്ങനെ ജീവിക്കുന്നു? നിങ്ങളൊക്കെ ജീവിക്കുന്നത് പോലെ തന്നെയാണ് ഞാനും ജീവിക്കുന്നത്.
അതല്ലാതെ രോഗികളുടെ പണം എടുത്തിട്ട് ഞാൻ ജീവിക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ഇപ്പോഴും പറയുന്നു, ഒരു രോഗി പോലും ഫിറോസ് കുന്നംപറമ്പിൽ അവൻ്റെ പണം എടുത്തുവെന്നോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു രോഗി മാത്രം, അല്ലേ, ഒരു കുടുംബം മാത്രം എനിക്കെതിരെ ആരോപണവുമായിട്ട് വന്നു. അതാരാ? നിങ്ങൾക്കറിയാം, ഈ അടുത്ത ദിവസം വയനാടുള്ള ഒരു കേസാണ്. സഞ്ജുവും സഞ്ജുവിൻ്റെ ഭാര്യയും കുട്ടിയും. അവർ വന്ന് പറഞ്ഞ്, ഞങ്ങളുടെ കുട്ടിയുടെ ബാലൻസ് വന്ന സംഖ്യ ആർക്കാണ് കൊടുത്തത് എന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങളൊക്കെ കണ്ടല്ലോ ആ ലൈവ്, അല്ലേ? കരഞ്ഞുകൊണ്ട് വന്നില്ലേ? ഫിറോസ് കുന്നംപറമ്പിൽ മോശക്കാരനാണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ലൈവിൽ വന്നില്ലേ? എനിക്കെതിരെ പരാതി കൊടുത്തു, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു, പോലീസുകാരും ബന്ധപ്പെട്ട ആളുകളെ എൻക്വയറി നടത്തി. കൃത്യമായി അത് രോഗികളുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലേ? പക്ഷേ അവിടെ നടന്നത് ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു. അതായത് എനിക്കെതിരെ ഒരു ഇരയെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നവരുടെ കൈകളിലേക്ക് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ ഒരു ഇരയെ അവർക്ക് കിട്ടി. ഈ പറയുന്ന ഹക്കീമാണെങ്കിലും സലീലാണെങ്കിലും അതുപോലെ തന്നെ ഹൈദറിനാണെങ്കിലും ഒരു ഇരയെ കിട്ടി. ആ ഇരയായിരുന്നു അവരെ വെച്ച് കളിക്കേണ്ട നാടകങ്ങളൊക്കെ ആ വയനാട്ടിൽ 2 ദിവസം അവർ കളിച്ചു. അവിടുത്തെ SP ഓഫീസിൽ പരാതി കൊടുക്കുന്നു, ചാനലുകാരെ വിളിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ എല്ലാം നാടകങ്ങളാണ്. വെൽ പ്ലാനിങ് നാടകങ്ങൾ കളിച്ചു. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പടച്ചോൻ എത്ര വലിയ നമ്മൾ കേട്ടിട്ടുണ്ടോ, ഒരു കൊലപാതകം ചെയ്ത് കഴിയുമ്പോൾ ആ പ്രതിയെ പിടിക്കാനുള്ള ഒരു തെളിവ് എവിടെയെങ്കിലുമൊക്കെ അവശേഷിക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്ന പോലെ നിങ്ങൾ എനിക്കെതിരെ സഞ്ജയ് വിഷയത്തിൽ ഇത്തരം കളികളൊക്കെ കളിച്ചപ്പോഴും കൃത്യമായി ഞാൻ ലൈവിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അത് മനസ്സിലാകാത്ത കുറേ ആളുകളുണ്ടായിരുന്നു. ഈ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകളുടെ കൂടെ നിന്ന ആളുകൾ. അത്തരം ആളുകളോട് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഞാൻ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. എൻ്റെ രാഷ്ട്രീയം നിങ്ങൾ നോക്കണ്ട, ചെയ്യുന്ന നന്മ എന്താണ് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ പട്ടാമ്പിയിലെ വിഷയം തന്നെ നിങ്ങൾക്കറിയാം. അത് ആ കുട്ടിയും ആ കുടുംബവും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടുത്തെ MLA മൂസിൻ ഉൾപ്പെടുന്ന കമ്മിറ്റി പറഞ്ഞ കേസാണ് ഞാൻ ചെയ്തത്. അവിടെ ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. പക്ഷേ സഞ്ജയിൻ്റെ വിഷയത്തിൽ നടന്നത് വലിയ ഒരു ഗൂഢാലോചനയും എന്നെ കള്ളനാക്കാനുള്ള ഒരു കളി. ഇത് സഞ്ജയിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, നിരന്തരമായിട്ട് ഈ ടീമുകൾ ഇത്തരം കളികൾ കളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം, കൃത്യമായി അവർ പ്ലാനിങ് നടത്തിയതിൻ്റെ വോയിസ്, ഹൈദർ തന്നെ പറയുന്ന വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവർ ഇത്ര കാലം ഈ പൊതുസമൂഹത്തോട് കാണിച്ചത്. എന്തിനാണ് ഈ പൊതുസമൂഹത്തെ ഇവർ പൊട്ടം കളിപ്പിക്കുന്നത്? ആരെയാണ് ഇവർ വിഡ്ഢികളാക്കുന്നത്? കേട്ടോ നിങ്ങളിതാ. പിന്നെ അത് മാത്രമല്ല വേറൊരു വിഷയം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ സഞ്ജുവിന്റെ വൈഫിന്റെ കഴുത്തിലും കാലുമായിട്ട് 10-15 പവന് ഇവളുടെ കഴുത്തിലും കാലുണ്ട്. അന്ന് പിന്നെ ഞങ്ങൾ പറഞ്ഞാണ്, ലൈവിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വലിയ വലിയ മാലയൊക്കെ ഇട്ടിട്ട് പിന്നെ നിങ്ങൾ ലൈവിൽ പോകുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും, നിങ്ങൾ പിന്നെ പട്ടിണിയാണ്, പ്രശ്നങ്ങളാണ്, കുഞ്ഞിക്ക് പിന്നെ പ്രോട്ടീൻ കൊടുക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളന്ന് ഇവളുടെ കഴുത്തിൽ നിന്നൊക്കെ മാലയും വളയും ഒക്കെ എടുത്തിട്ട് ബാഗിലിട്ടതാണ്. പിന്നെ ഒക്കെ സ്വർണത്തിന്റെയാണ്. ഈ പറഞ്ഞ ചാരിറ്റിയിൽ നിന്ന് ഈ പറഞ്ഞ ഫിറോസ് കുന്നംപറമ്പിൽ ലൈവ് ഇട്ടിട്ടും മറ്റുള്ള ആളുകൾ ലൈവ് ഇട്ടൊക്കെ വാങ്ങിയെടുത്താണ്. ഇവർക്ക് കുഞ്ഞിനെ ചികിത്സ കൊടുക്കണമെന്നോ കുഞ്ഞിനോടുള്ള കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല. ഇവര് ഫുഡൊക്കെ ഡെലിവറി ചെയ്യിപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. ഇവർ വീട്ടിലൊന്നും ഭക്ഷണം ഉണ്ടാക്കൂല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളാണ്. നിങ്ങൾക്ക് അത് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ സഞ്ജയുടെ വിഷയത്തിൽ വലിയ സംഭവമായിട്ടും സഞ്ജയുടെ കൂടെ നിൽക്കുന്നത്, സഞ്ജയിനെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്നത്, അവർക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒരു 10 രൂപ കൊടുക്കുന്നതോട് ഞാൻ യോജിക്കൂല. കാരണം അവൻ അത്ര കണ്ട് ക്രിമിനലാണ് എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. അവനോട് പറഞ്ഞാൽ നിന്നെ അടക്കം ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാണ് ഇവൻ സലീലിന്റെ വീഡിയോ എടുത്തിട്ട് പുറത്തു വിട്ടു. എന്തൊക്കെ തെണ്ടിത്തരവൻ ചെയ്തു. അവനെ സഹായിക്കുന്ന ആളുകളൊക്കെ അവന്റെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യം, അവനക്ക് വലിയ കാറ് വേണം, ആ കാറിൽ പിന്നെ സഞ്ചരിക്കണം, വാടക എടുത്തിട്ടേ പോവുള്ളൂ, കാറല്ലാതെ മറ്റൊരു വാഹനം ഉപയോഗിക്കൂല, ബസ്സിൽ പോകൂല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ. എന്തായാലും ഞാൻ അത് ചർച്ച ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇവരന്ന് കളിച്ചത് വലിയൊരു നാടകമാണ് എന്ന് ഇവരുടെ വായിൽ തന്നെ വന്നു. അതായത് ആ ലൈവിലേക്ക് ഇവന്റെ ഭാര്യയെ കൊണ്ട് നിർത്തുമ്പോൾ കയ്യിലും കഴുത്തിലുണ്ടായിരുന്ന മാലയും വളയൊക്കെ അഴിപ്പിച്ച് ബാഗിനകത്തേക്ക് വെപ്പിച്ചു. എന്നിട്ട് വളരെ സാധുവിനെ പോലെ നിർത്തിയിട്ടാണ് വീഡിയോ ചെയ്തത്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കേട്ടല്ലോ. ഈ രീതിക്കൊക്കെയുള്ള കളികളാണ് അവർ കളിച്ചത്. ഇപ്പോഴും അത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നിരന്തരമായിട്ട് ആ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നും പറയുന്നുണ്ട്,
എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ചാരിറ്റി പ്രവർത്തനത്തിൽ ഒരു രോഗിയുടെയും ഒരു രൂപ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ എടുത്തിട്ടില്ല. ആ ഒരു സത്യം മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും എത്ര തന്നെ നിങ്ങൾ പരാതി കൊടുത്താലും ഞാൻ ഇങ്ങനെ പോകണം. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തോ അല്ലേ? നിങ്ങൾ ചെയ്തില്ലേ എനിക്കെതിരെ? 3 വർഷമായില്ലേ എനിക്കെതിരെ അന്വേഷണങ്ങൾക്ക് നിങ്ങൾ പരാതി കൊടുക്കാൻ തുടങ്ങിയിട്ട്? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അന്വേഷണങ്ങളുമായിട്ട് വന്നു. അന്വേഷിക്കാൻ വന്ന ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഇവരെഴുതി കൊടുത്തു, ഇന്ന രോഗിയുടെയാണ് ബാലൻസ്. എല്ലാ ബാലൻസ് വാങ്ങിച്ച രോഗികളുടെ വീട്ടിലേക്കും കേരളത്തിൻ്റെ ബന്ധപ്പെട്ട പോലീസുകാരും എല്ലാവരും പോയി. എന്തിനാ? തിരുവനന്തപുരത്തെ ജുനൈദ ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ, അവരുടെ വീട്ടിൽ വരെ പോയി എല്ലാവരെയും നേരിൽ കണ്ട് പോലീസ് മൊഴിയെടുത്തു. കൃത്യമായി അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിച്ചു. കൃത്യമായി വീതിച്ചു കൊടുത്ത ആളുകളെ വിളിച്ചു പരിശോധിച്ചു. എല്ലാം ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ശതമാനത്തിൽ ഫിറോസ് കുന്നംപറമ്പിലിനെ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ? അത് സാധിക്കാത്തത് വേറൊന്നുമല്ല, ഞാൻ എന്നും പറയുന്നത് തന്നെയാണ്. മറ്റുള്ളവൻ്റെ പണം ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എടുക്കൂല. എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത് അത് കൃത്യമായി ആളുകൾക്ക് വീതിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. എന്തിനാണ് എന്നെ എങ്ങനെ ദ്രോഹിക്കുന്നത്? ഹൈദറാണെങ്കിലും എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളതാണ്. നിങ്ങൾക്കൊക്കെ ഉമ്മയും മക്കളും സഹോദരങ്ങളൊക്കെ ഇല്ലേ? നിങ്ങളൊരു മനുഷ്യനല്ലേ? നിങ്ങളിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഞാൻ ഏതൊക്കെ പള്ളി കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളാണെന്നൊക്കെ. ഈ പള്ളി കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളാണോ ഇതുപോലുള്ള നാടകങ്ങളൊക്കെ പലരെയും കൊണ്ട് കളിപ്പിച്ചിട്ട് ഈ നന്മ ചെയ്യുന്നതിനെ ഇല്ലാതാക്കാൻ നോക്കുന്നത്? നിങ്ങളൊക്കെ മനുഷ്യനല്ലേ? ഇങ്ങനെയൊക്കെയാണോ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഏതെങ്കിലും രോഗികൾക്ക് സഹായം കിട്ടുന്നതിനെ ഇല്ലാതാക്കുക, എന്നിട്ട് ഞാനാണ് ശരി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. ഇതാ നിങ്ങൾ അന്ന് ചെയ്ത സഞ്ജുവിൻ്റെ വിഷയത്തിലെ വോയിസ് ക്ലിപ്പാണിത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടാണ്. കാരണം കോൺഗ്രസ് പ്രസ്ഥാനത്തിനെതിരെ ഫിറോസ് കുന്നംപറമ്പിൽ നിരന്തരമായിട്ട് അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന രീതിയിലേക്ക് പല രീതിയിലുള്ള പോസ്റ്ററുകളും വോയിസുകളും പല ആളുകളും എഴുതി അയക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുൻപ് ഇങ്ങനെ ഒരു പോസ്റ്റർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായി. ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അതായത് തോൽവിക്ക് പിന്നിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പിസമാണ് എന്നൊക്കെ ഫിറോസ് പറഞ്ഞു എന്നും പറഞ്ഞിട്ടുള്ളൊരു സാധനം. സത്യത്തിൽ ഈ പോസ്റ്ററെ മീഡിയ വണ്ണിന്റെ എംബ്ലം വെച്ച് ഈ പറയുന്ന എൻ്റെ ശത്രുക്കളായ അതല്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയൊരു സാധനമാണ്. കാരണം ഞാൻ അപ്പം തന്നെ മീഡിയ വണ്ണിലേക്ക് വിളിച്ചു. ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾ എന്താണ് ഇങ്ങനൊരു സാധനം? അപ്പോൾ അവർ പറഞ്ഞത് വായിക്കാൻ. ഞാനത് വായിച്ചു കൊടുത്തു. അവർ നോക്കിയിട്ട് പറയും, ഇങ്ങനൊരു സാധനം ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടില്ല, മീഡിയ വൺ ഇങ്ങനെ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ ഇത് എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ അടിച്ചുണ്ടാക്കി ഈ കോൺഗ്രസിൻ്റെ ഇടയിലും UDF ഇടയിലും ഫിറോസ് കുന്നംപറമ്പിൽ എന്താ പറയുക, കാര്യം കഴിഞ്ഞപ്പോൾ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തുന്ന അല്ലെങ്കിൽ മോശക്കാരനാക്കുന്ന ഒരാളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലും കഴിഞ്ഞ ദിവസം നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ എംബ്ലം വെച്ചിട്ടും എനിക്കെതിരെ ഇതുപോലൊരു പോസ്റ്റർ അടിച്ചിറക്കി. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലും അതുപോലെ എൻ്റെ പേരും വെച്ചിട്ട് ഞാൻ ചാറ്റ് ചെയ്ത പോലെ ചാറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കുക. എന്തൊക്കെ ദ്രോഹമാണെന്നറിയോ ഇവർ ചെയ്യണത്? ഈ രീതിക്കൊക്കെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പ്രചരണങ്ങൾ നടത്തിയിട്ട് ഈ നടത്തുന്നതൊക്കെ എന്നെ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരനാക്കിയിട്ട് ഇല്ലാതാക്കുക എന്നുള്ളതിൻ്റെ ചുരുക്കമാണ്. പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ചാരിറ്റി പ്രവർത്തനം എൻ്റെ തൊഴിലല്ല. ഇത് എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾക്ക് അവൻ്റെ കണ്ണീര് തുടക്കാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ അതൊരു വലിയൊരു നന്മയാണ്, അല്ലെങ്കിൽ അതൊരു ആശ്വാസമായി കണ്ട് മാത്രം ചെയ്യുന്നതാണ് ഞാൻ. അതല്ലാതെ ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞു വരാറുണ്ട്, കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതിങ്ങനെ നിലനിന്നാലേ ചെയ്യാനും കഴിയുള്ളൂ. അപ്പോൾ ആ നിലനിൽപ്പിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇത്തരം ആളുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ എന്ത് വീഡിയോ ചെയ്യുമ്പോഴും സൗജന്യ ചികിത്സ അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ തന്നെ ഒരു പോസ്റ്റർ ഇറക്കിക്കൂടെ?
ഇത്തരം കുട്ടികൾക്ക് സൗജന്യ ചികിത്സയ്ക്ക് എന്നെ സമീപിക്കൂ എന്ന് പറഞ്ഞിട്ട് ആരാണോ സൗജന്യ ചികിത്സ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് എന്നിട്ട് ഇതെന്താന്ന് പറയുക, ഇത് പറയുക ഈ രോഗികളെ വിളിച്ചാൽ അവരെ കിട്ടൂല, ഫോണിൽ കിട്ടൂല, ലൈവിൽ വന്നിട്ട് സൗജന്യ ചികിത്സ ഞാൻ തരാമെന്ന് പറയാം. രോഗികളെ വിളിച്ചാൽ ഫോൺ ഓഫായിരിക്കും. അതായത് ഈ മേഖലയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ചുരുക്കം. ആർക്കെങ്കിലുമൊക്കെ നല്ലത് ചെയ്ത് പൊയ്ക്കോട്ടെ, നിങ്ങൾ എന്തിനാണ് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ 3 കൊല്ലമായിട്ട് എനിക്കെതിരെ എവിടേക്കോ പരാതികൾ കൊടുത്തു. എല്ലാ പരാതികളും അന്വേഷിച്ചു അല്ലേ? കൊടുത്തവർക്ക് അറിയാലോ എവിടെയൊക്കെ കൊടുത്തു എന്നുള്ളത്. നിങ്ങൾക്കത് വാങ്ങിച്ചൂടെ, ചോദിച്ചൂടെ, നോക്കിക്കൂടെ? ഒന്നും ഉണ്ടായില്ല. ഇനിയും നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം അതെനിക്കും നല്ലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പുറകെ കൃത്യമായിട്ട് എന്നെ കൃത്യമായി കൊണ്ടുപോകാൻ ഒരു ടീമുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് പോകാൻ സാധിക്കും. നിങ്ങൾ പുറകെ തന്നെ നിന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇന്ന് വരെ ഒരാളുടെയും ചാരിറ്റിയിലൂടെ രോഗികളുടെ 1 രൂപ പോലും ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് എടുത്തിട്ടില്ല. എൻ്റെ വണ്ടിക്ക് ഡീസൽ അടിക്കാനില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെൻ്റെ സുഹൃത്തുക്കൾ എന്നെ സഹായിക്കും. എൻ്റെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നെ സഹായിക്കാൻ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനിയെങ്കിലും വാശിയും വൈരാഗ്യമൊക്കെ പലർക്കും ഉണ്ടാവും. ഇപ്പം ഞാൻ ഒരാളുണ്ട്, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല. ഇന്ന് എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് ഇങ്ങനെ എഴുതുന്ന ഒരാളാണ്. അപ്പം ഞാൻ അദ്ദേഹവുമായിട്ട് നോക്കിയപ്പോൾ എന്ത് പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ ഇടഞ്ഞത് നോക്കിയപ്പോൾ, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ പാതി വരെ പോയിട്ട് എനിക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു, എൻ്റെ വീട്ടിലേക്ക് വരാൻ നിനക്ക് അസൗകര്യം ഉണ്ടായില്ലേ എന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു പട്ടാമ്പിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് എന്നോട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്കത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കല്യാണത്തിൻ്റെ സമയം എത്തിയപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് ചെയ്തു തരാൻ കഴിഞ്ഞില്ലല്ലോ, നിന്നെ നശിപ്പിക്കുന്നത് വരെ, നീ നശിക്കുന്നത് വരെ ഞാൻ നിന്നെ വെറുതെ വിടൂല എന്ന് പറഞ്ഞു. ഇവിടുത്തെ ശത്രുത ഉണ്ടാവുന്നതിൻ്റെ പ്രധാന വിഷയം ഒന്നിതാണ്. ഒന്ന്, സഹായം കിട്ടിയത് കുറഞ്ഞു പോയ ചില ആളുകൾ, അതല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിച്ചിട്ട് സഹായം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത്തരം ആളുകൾ. അതുപോലെ തന്നെ ചാരിറ്റിക്കാരായ കുറേ ആളുകൾ നമ്മുടെ കൂടിയുണ്ട്. ചില ചാരിറ്റിക്കാർക്കൊരു വിചാരമുണ്ട്, അതായത് നമുക്കറിയാം, നിങ്ങൾ നോക്കിയേ കാണാം, നമ്മൾ വിമർശിക്കുന്നതിൽ പ്രധാനമായിട്ടും ചാരിറ്റി പ്രവർത്തകരുണ്ട്. അതായത് പണ്ട് ചാരിറ്റിയൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളുകളുണ്ട്. അപ്പോൾ അവരിൽ വിമർശിക്കുന്ന ആളുകളുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം അവർ അന്ന് ചാരിറ്റി നടത്തുമ്പോൾ അവരൊരു 10,000 പിരിച്ച് 6,000 അവരുടെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് 4,000 അവർ മറ്റുള്ളവർക്ക് കൊടുക്കുള്ളൂ. അപ്പം അങ്ങനെ ദിവസം ചാരിറ്റിൻ്റെ പേരിൽ വരുമാനം ഉണ്ടാക്കിയ ആളുകൾ. ഫിറോസ് കുന്നംപറമ്പിൽ ഒരു വീഡിയോ ഇടുമ്പോൾ ഒരു ദിവസം 1 കോടിയും 2 കോടിയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവർ ആലോചിക്കുകയാണ്, 10,000 പിരിച്ച് 6,000 രൂപ ഞങ്ങളെടുത്ത് 4,000 രോഗിക്ക് കൊടുക്കുമ്പോൾ ഫിറോസ് കുന്നംപറമ്പിൽ കോടികൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ എത്ര ഫിറോസ് ഉണ്ടാക്കുന്നുണ്ടാവും? ആ ഒരു ചിന്തയാണ് സത്യത്തിൽ അവരെ എനിക്കെതിരെ തിരിഞ്ഞ് ഇതാക്കാനുള്ള അവരുടെ ഒരു തോന്നൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെയല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. എൻ്റെ രീതി വേറെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയൊക്കെ എനിക്കെതിരെ ശ്രമങ്ങൾ നടത്തി. നിങ്ങൾ എവിടെയൊക്കെ കൊടുത്തത്? പ്രധാനമന്ത്രിക്ക്, അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്, എല്ലാവർക്കും നിങ്ങൾ 2-3 വർഷമായിട്ട് നിരന്തരം പരാതി അയക്കുന്നില്ലേ? അല്ലേ? ചില്ലറ പരാതിയാണോ നിങ്ങൾ അയക്കണത്? ഫിറോസ് കുന്നംപറമ്പിൽ 100-150 അക്കൗണ്ടുകളിലേക്ക് കള്ളപ്പണം കൊണ്ടുവരുന്നു. ആ കള്ളപ്പണം രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. ഇത് എഴുതുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഏജൻസികൾ അന്വേഷിക്കും അല്ലേ? ഇവരൊക്കെ ഇത് അന്വേഷിച്ചതാ. എന്നിട്ട് എന്താ ഉണ്ടായത്? അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരാളുടെ ഒന്നും എടുത്തിട്ടില്ല, ഇനി എടുക്കൂല. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. എനിക്ക് എന്നെ എതിർക്കുന്ന ആളുകളോട് നിങ്ങളുടെ മനസ്സിന് കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഒന്നും നിൽക്കണ്ട. പക്ഷേ ഈ ചെയ്യുന്ന നന്മയെ ഇല്ലാതാക്കരുത് എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ വെക്കാനുള്ളത്. കാരണം ഏതെങ്കിലുമൊക്കെ പാവങ്ങളാണ് അവരൊക്കെ. ഒരു വഴിയില്ലാത്തത് കൊണ്ടല്ലേ അവർ ഈ കരഞ്ഞ് പിടിച്ച് എൻ്റെയും നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നത് അല്ലേ? ഓരോ ആളുകളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. എത്ര ബുദ്ധിമുട്ടിയാണെന്നറിയോ ഇവരൊക്കെ. നിങ്ങൾ നോക്കൂ, ഇന്ന് വന്ന ഒരു താത്തയുടെ ഒരു വാർത്ത കേട്ടോ നിങ്ങളെ? ഇതാ,
നാളെ ഞങ്ങളെ വീട്ടിൽ വരട്ടെ. ഞാനാണ് ബുഷറാണ് ഐസല്ലി അസുഖമുള്ളത്. ഞാൻ നാളെ നിങ്ങളെ വീട്ടിൽ വരട്ടെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട്. ഞാൻ വീട്ടിലിപ്പോ ആരെയും നോക്കണില്ല, കൊറോണയും കാര്യങ്ങളായിട്ട് വീട്ടിലേക്ക് നോക്കണം. കണ്ടോ, ഇതിപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാനിപ്പോൾ വീട്ടിലേക്ക് ആരെയും വരുത്തുന്നില്ല, കൊറോണയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതൊരു കുടുംബത്തിൻ്റെ അവസ്ഥയാണ്. ഇതുപോലെ എത്ര ആളുകളാണെന്നറിയോ ഈ വിഷമിച്ചിരിക്കുന്നത്. പോട്ടെ, ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർ രക്ഷപ്പെടട്ടെ, ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് ഇത്തരം ആളുകളെയൊക്കെ ഇല്ലാതാക്കാനും തകർക്കാനും നിങ്ങൾ നോക്കുന്നത്? നിങ്ങളെ കൊണ്ട് ഒരാളെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ സഹായിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ കുടുംബം നോക്കി മുന്നോട്ട് പോകാം. മറിച്ച് ആ സഹായിക്കുന്നതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും ആ ആളുകളെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ തെറി വിളിക്കാനും അവരെ കള്ളനാക്കാനും അവരുടെ കുടുംബത്തെ അവഹേളിക്കാനൊക്കെ നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ അതത്ര നല്ല രീതിയല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ ഇത്തരം ആളുകളൊക്കെ ഈ ഭൂമിയിൽ അനുഭവിക്കാതെ പോകൂല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ 2-3 കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് വന്നത്. നമ്മുടെ ചാരിറ്റി പ്രവർത്തനം നിങ്ങൾ തകർക്കാൻ നോക്കിയത് എന്താണോ അത് തകരുകയേയില്ല. ഫിറോസ് കുന്നംപറമ്പിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്യാപ്പ് ഇട്ടതാണ്. കാരണം ഈ കൊറോണയും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊന്ന് കഴിയട്ടെ എന്ന് വെച്ചിട്ടാണ്. പണ്ട് എങ്ങനെയായിരുന്നോ ചാരിറ്റിയുമായിട്ട് വന്നത് അതുപോലെ തന്നെ പൂർവാധികം ശക്തിയോടുകൂടി എത്ര ആളുകളെ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കും അത്രയും ആളുകളെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി തന്നെ ജീവിക്കും, അവരെ ചേർത്ത് പിടിക്കും, അവരുടെ പ്രശ്നങ്ങൾ തീർത്ത് മുന്നോട്ട് പോകും. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ സപ്പോർട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി ശത്രുക്കൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ നന്മയുള്ള 10 ആള് 1000 വെച്ച് കൊടുക്കാനുണ്ടെങ്കിൽ 10,000 എങ്കിലും ഒരു രോഗിക്ക് കിട്ടുമല്ലോ. അതെങ്കിലും കൊടുക്കാൻ സാധിച്ചാൽ അത് എൻ്റെ മനസ്സിന് കിട്ടുന്ന വലിയൊരു സന്തോഷവും തൃപ്തിയൊക്കെയാണ്. ഞാൻ ആ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഡെപ്പോസിറ്റാണ് ഈ നന്മ. അത് ഇവിടെ അതിനുള്ള പ്രതിഫലം കിട്ടിയോ കിട്ടിയില്ലയോ, കിട്ടേണ്ട സ്ഥലത്ത് അത് കൃത്യമായിട്ട് കിട്ടും. അവിടെ എന്നെയും നിങ്ങളെയും കൃത്യമായിട്ട് തൂക്കി നോക്കും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടാവാം. അപ്പം എന്താണെങ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഫേസ്ബുക്കിനകത്തുണ്ട്. ഒരാളോടും ഒന്നും ഒളിച്ചും മറച്ചും വെച്ച് മുന്നോട്ട് പോകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് അങ്ങനെ പോകണം. എല്ലാവരും, അതായത് ഈ ചാരിറ്റിയെക്കുറിച്ച്, സോഷ്യൽ മീഡിയ ചാരിറ്റിയെ പല രീതിയിലുള്ള അപവാദങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കേട്ടല്ലോ ഇപ്പോൾ ആ ഒരു വോയിസ് ഐദറിനെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക. അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. എന്താണെങ്കിലും എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.